നിങ്ങൾക്ക് മക്കളുണ്ടായി കാണാൻ നിങ്ങളെക്കാളും ഉമ്മയും ബാപ്പയും ആശിച്ചു. പക്ഷേങ്കില് കൊള്ളാനും കൊടുക്കാനും വയ്യാതെ കുടുങ്ങിയല്ലോ എന്റെ ബദരിങ്ങളെ. ഉമ്മ, എന്താ മോനെ? വെച്ച് താമസിപ്പിച്ച് പെറ്റുപോറ്റാനാണോ ഉദ്ദേശം? എനിക്ക് പരിചയമുള്ള നല്ലൊരു ലേഡി ഡോക്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഓള് സമ്മതിക്കുന്നു. സമ്മതിച്ചേ പറ്റൂ. പുറത്ത് മനുഷ്യരറിയും. ഈ വീടിനും കുടുംബത്തിനും പേരുദോഷം ഉണ്ടായാൽ അതിന്റെ നാണക്കേട് എനിക്കൂടിയാ. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. അത് ഉമ്മാന്റെ സാമർഥ്യം. മോനെ, പെറ്റ തള്ളയല്ലേ ഞാൻ. മൊയ്ചൊല്ലി വിട്ടവന്റെ കുഞ്ഞിനെ പ്രസവിച്ച് മുടക്കാച്ചരക്കായി കാലാകാലം നസീമയുടെ കഴിയണമെന്നാണോ? പൊന്നുമോളെ, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ നിൽക്കല്ലേ. ഇപ്പം കൈകി തുടച്ചാ പോണ കറിയെ പറ്റിയിട്ടുള്ളൂ. നസീമ, നാളെ ഒരു പുരുഷന്റെ കൂടെ കുടുംബമായിട്ട് നിനക്കും ജീവിക്കണ്ടേ? കെട്ടി ഒഴിഞ്ഞവന്റെ കുട്ടീനെ ഏറ്റെടുക്കാൻ തറവാട്ടി പറഞ്ഞ ഒരുത്തിനും കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഏറ്റെടുക്കണ്ട, ആരും ഏറ്റെടുക്കണ്ട. നസീമ, ഉമ്മ പറയുന്നത് അനുസരിക്ക്. ബാപ്പയില്ലാത്തൊരു കുട്ടി ഈ വീട്ടില്. എന്റെ കുട്ടിക്ക് ബാപ്പയുണ്ട്. എന്റെ കുട്ടിക്ക് ബാപ്പയുണ്ട്. ഞങ്ങളൊക്കെ മാനം കെടുത്തിട്ട് ഈ അടങ്ങുള്ളില്ലേ? अस्सलाम वालेकुम वरहमतुल्लाह. अस्सलाम वालेकुम वरहमतुल्लाह. മോളെ, പാപ്പ പറയണത് അനുസരിക്കണം. എല്ലാവർക്കും പറയാനുള്ളത് അതന്നെ. ഇല്ല, ഞാനത് ചെയ്യില്ല പാപ്പ, ചെയ്യില്ല. നസീമ, മാഞ്ഞാളം കൊഞ്ചാനുള്ള നേരല്ലത്. മനുഷ്യന്റെ ഇടയിൽ മാനം കെടാൻ എനിക്ക് പറ്റൂല. മാനവും മാനക്കേടൊക്കെ എല്ലാരും നോക്കിയുള്ളൂ. മനസ്സിന്റെ വേദന പഠിച്ചം പോലും കാണുന്നില്ല. പാപ്പാന്റെ വാക്കും കേട്ട് ഗർഭിണിയായ എന്നെ മൊയ്ചൊല്ലി അയച്ച ആ നട്ടിലില്ലാത്തതിനെ ഓർത്തിട്ടാ ഈ വേദനപ്പെടുന്നത്? ഒന്ന് മനസ്സിലായിക്കോ, ഓന്റെ കുട്ടി ഈ പൊരേന്റെ അകത്ത് പിറക്കാൻ പോണില്ല. ഒന്ന് മനസ്സിലായിക്കോ, ഓന്റെ കുട്ടി ഈ പൊരേന്റെ അകത്ത് പിറക്കാൻ പോണില്ല. ഉമ്മ, ഞാൻ ഉമ്മാ ബാപ്പാന്നൊന്നും വിളിക്കണ്ട. എന്തിനിവിടെ കയറി ഒന്ന്? നസീമാനെ ഒന്ന് കാണാൻ. എന്തിന്? എന്റെ കൂടെ പോരോന്ന് ചോദിക്കാൻ.
ജമാലെ, മുന്തിയ മുന്തിയ ഭക്ഷണ സാധനങ്ങൾ വിളമ്പി തന്ന കയ്യില് ചൂലരക്കും വെച്ചിരി. നസീമ, ഔത്തു പോ. നസീമ, നസീമ, എല്ലാം കേട്ടു. വന്നത് കൂടെ വരാൻ തയ്യാറാണെങ്കിൽ അന്നെ കൊണ്ടുപോവാൻ. ഇന്നല്ല, നിങ്ങളെ കുട്ടിക്കും വേണ്ടി. അതിനി ജനിക്കൂല. അന്വേഷിച്ചിങ്ങോട്ട് വരണ്ട. നസീമ, ഞാൻ അറിയാതെ സമ്മതിച്ചു പോയി. ബാപ്പാന്റെ നിർബന്ധത്തിന് എന്നോട് പൊറുക്കില്ല നസീമ. നിങ്ങളോട് പഠിച്ചു പൊറുക്കട്ടെ. പൊയ്ക്കോളെ. നസീമ, ആ എന്തേ നസീമാനെ നസീമനെ ഒന്ന് കാണാൻ. അപ്പാന്റെ വാക്ക് കേട്ട് ഇറങ്ങിപ്പോയതല്ലേ? ആ കാലിഞ്ചി ഈ പൊരേന്റെ അകത്ത് കുത്തരുത്. ഒന്ന് മോനെ കെട്ടറിയ കുലുമാല് കുത്തിപ്പൊക്കാൻ അന്നപ്പ എന്തിനങ്ങോട്ട് കൊണ്ടുവന്നേ? എന്തു പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നത്. ഉണ്ണിപ്പെട്ട മക്കത്ത് പോയ 5 ഹജ്ജ് ചെയ്ത മൊയ്തീൻ കോയ ഹാജിന്റെ പെരയാണ്. ഇവിടെ അന്നെ പോലെ ഒരുത്തിന് ഒരിക്കലും വരാൻ പാടില്ല. മൊയ്യ് അയക്കുമ്പോ നസീമ ഗർഭിണിയാണെന്ന് പടച്ചോനാണ് എനിക്കറിയില്ലായിരുന്നു. പള്ളിയും പള്ളിക്കമ്മറ്റിയും കയ്യിലുള്ളതുകൊണ്ട് എന്ത് തോന്നിയാസോ ആകാമെന്ന് ഉളുപ്പില്ലാത്ത എന്റെ തന്തയെ ഹറാം പറഞ്ഞ ഈയും വിചാരിച്ചല്ലേ? പറഞ്ഞു കിടക്കാൻ പഴയ തറവാടിന്റെ കിസ്സേ ഉള്ളൂ എന്റെ തന്തക്ക്. അതല്ല ഞാൻ. ഏറെ വൈകാണ്ട് ഫക്രൂദ്ദീനെ പിടിച്ചിറക്കി ഈ മൊയ്തീൻ കോയ ഹാജി ഇരിക്കും പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ട്. എന്റെ ബാപ്പ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനത്തെ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റൂല? പറ്റൂല. കുട്ടിമോസേ, ഓ, മൊയ് വലിയ പെണ്ണിന്റെ പുറകെ കയറി വരാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഹറാമാണ്. എന്താണ് ഹറാമാണ് എന്ന്. അതാണ് ശരൻ ശരീരത്ത് എന്താണെന്നറിയാൻ വയ്യാത്ത ഹിമാറോട് ഇറങ്ങി പോകാൻ പറയും. ഓന്റെ ബാപ്പാക്കുള്ളത് പിന്നെ കൊടുത്തോളാം. ഞാനൊന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിക്കോട്ടെ. ആയില്ലെങ്കിലോ? ആയില്ലെങ്കി എന്റെ പെരയില് സൈക്കിളുമ്മ മീനും കൊണ്ടുവരും ഈ മൊയ്തീൻ കോയ ഹാജി. നസീമ അവിടെ ഉണ്ടാവും, വന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കാളി. വാക്കാണോ? റബ്ബുൽ ആലമീനായ തമ്പുരാനാണ് ഇത് ബാക്കാണ്. ഞാൻ വരും നസീമാനെ കൊണ്ടുപോവാൻ. ജമാലെ, വല്ലകത്തെ തറവാട്ട് നിന്നോളാരും കൈയിട്ട് ഇറക്കാൻ പോയിട്ടില്ല. ഈ ആയിട്ട് ഈ തറവാട്ടിന് മാനക്കരുണ്ടാക്കരുതെന്ന് മനസ്സിലായ? ഈ മൊയ്തീൻ കോയാജിന്റെ പുരയിൽ പോയോന്ന്? പോയി. എന്തിന്? ഓന്റെ കാല് പിടിക്കാനാ? അല്ല, പിന്നെ ഈ എന്തിനാ പേടി ചവിട്ടിനാ ചോദിച്ചേ? നസീമാനെ കാണാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ. ജമാനെ, നാണക്കേട് ചെയ്തു വന്നിട്ട് ഇതിനോട് പ്രസംഗിക്കണ. ആ പൊരയായിട്ട് എനക്ക് എന്താണ് ബന്ധം? നസീമന്റെ ആരാ? നസീമ? നസീമ ആരാന്ന്? അള്ളാനെ സാക്ഷി നിർത്തി സമുദായത്തിലെ മാന്യന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിക്കാഹ് ചെയ്ത എന്റെ പെണ്ണ്. പരാതിയും പരിഭവവും ഇല്ലാതെ ഈ വീട്ടിൽ എന്നോടൊപ്പം ജീവിച്ച് ഇങ്ങൊക്കെ വെച്ചോളം വിത്തുന്ന എന്റെ ഭാര്യ. തലാക്ക് ചൊല്ലി ഇടപാട് തീർത്ത് പിരിഞ്ഞാ പിന്നെ അതൊരന്യ പെണ്ണ. കെട്ടിയോളാണെന്നുള്ള വിചാരത്തിൽ ഇഞ്ഞോളെ കാണാൻ പോണത് ഒരു മുസൽമാന് ചേർന്ന പണിയല്ല. മുസൽമാൻ? ആരോ തമ്മിലുള്ള വാശിക്ക് കെട്ടിയ പെണ്ണെ തുലാക്ക് ചൊല്ലി അയച്ച ഞാനോ? അള്ളേ റസൂലും പൊറുക്കാത്ത പാപം ചെയ്തിട്ട് പള്ളിയിൽ കയറി ഇരുന്നാല് ഞാൻ ചെയ്തു പോയ തെറ്റ് തെറ്റല്ലാതാവൂ? നിങ്ങൾ തമ്മിൽ മത്സരിച്ചപ്പോ തോറ്റത് ഞങ്ങളാ, ഞാനും എന്റെ നസീമയും.
തന്റെ ജമാൽ വന്നീനല്ലേ? വന്നിരുന്നു. ഞാൻ പോയി കണ്ട് എല്ലാ വിവരവും പറഞ്ഞു. എന്നാ എന്നെ കൊണ്ടുപോവാ? പോയാ പിന്നെ ഈ അബ്ദുഖാൻ ഈ ഓർക്കോ? പോവില്ല അബ്ദുക്ക. നസീമ ഇനി എങ്ങും പോവില്ല. നസീമ, നസീമ, സോറി റഫി, നിങ്ങളല്ലേ നേരത്തെ ഫോൺ ചെയ്തത്? അതെ, ഡോക്ടർ മേഴ്സി. അറിയാം. വർക്ക്സൈഡിൽ അന്വേഷിച്ചു, അവിടെ കണ്ടില്ല. പുള്ളിക്കാരൻ എവിടെ പോയി? 2 ദിവസം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ടെന്ന്. ആ, ചിലപ്പോ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയി ഒരു അജ്ഞാതവാസം ഉണ്ട് കക്ഷിക്ക്. നമ്പർ അറിയോ അവിടുത്തെ? അറിയില്ല. ആ, പേഴ്സണൽ ടെലിഫോൺ നമ്പേഴ്സ് എഴുതി വെക്കുന്ന ഡയറി ഉണ്ട് പുള്ളിയുടെ. അതിൽ കാണും. ഒന്ന് വിളിച്ചു കിട്ടിയാ ഉപകാരമായിരുന്നു. എന്തിനാ? നേരിട്ട് അങ്ങോട്ട് പോയാ പോരെ? വഴി കൃത്യമായിട്ട് അറിയായിരിക്കല്ലോ ഡോക്ടർക്ക്. അതാണ് 2 പേർക്കും സൗകര്യം. മിസസ് റഫീഖ് എന്താ ഇങ്ങനെയൊക്കെ? അയാളുടെ കെട്ടികളായി പോയതുകൊണ്ട് നിങ്ങൾ അല്പം മാന്യമായിട്ട് സംസാരിക്കണം. എന്നെ മാന്യത പഠിപ്പിക്കാൻ ഡോക്ടർ ഇവിടെ വരണമെന്നില്ല. കൊണ്ണിക്കണ്ട അഴിഞ്ഞാട്ടക്കാരികളൊക്കെ ഭർത്താവിനെ അന്വേഷിച്ച് വരുമ്പോ അവരെ സൽക്കരിച്ച് സന്തോഷിപ്പിക്കാൻ ലോകത്തൊരു പെണ്ണിനും കഴിയൂല. കൊണ്ടുപോടിയാത്ത്. സൽക്കരിക്കണമടി. എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വരുന്ന ആരായാലും നീ അവരെ സൽക്കരിക്കണം. എന്തേ സൗകര്യപ്പെടില്ലേ? ഇല്ല, നിങ്ങളുടെ വെപ്പാട്ടികൾക്ക് കിടക്ക വിരിച്ചു കൊടുക്കാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ല. ശക്കില്ല. ഒച്ചയിട്ട് പേടിപ്പിക്കണ്ട. നിങ്ങൾ ചോദിച്ചിലധികം പണ്ടവും പണവും തന്നിട്ടാ ഇന്ന് നിങ്ങളുടെ പറഞ്ഞയച്ചത്. ആഹാ, നിന്റെ തന്ത കാശ് തന്നെങ്കിലേ അത് ധർമ്മമായിട്ടൊന്നുമല്ല. സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ 6-7 കൊല്ലം ജീവിച്ച മോള് ചെലവാകാത്ത ഒരു ചരക്കായി വീട്ടിൽ കടന്നപ്പോ അതൊന്ന് ചെലവാക്കാൻ മാനം നേടാം. അനുസരിപ്പിച്ചേ നീ പഠിച്ചിട്ടുള്ളൂ. അനുസരിച്ച് ശീലമില്ലാൻ കേട്ടാ. കണ്ട അഴിഞ്ഞാട്ടക്കാരികൾക്ക് വേണ്ടി എന്നെ അനുസരിപ്പിക്കാൻ വരണ്ട. ശക്കില്ല. ആ, ഷക്കില തന്നെ. കുറെ ഞാനിത് കാണുന്നു. ഇനി അവൾ ഇവിടെ കയറി വന്നാ ചെരുപ്പൂരി അടിക്കും ഞാൻ. പണത്തിന്റെ തിമിർപ്പാണെങ്കില് അത് അവിടെ നിന്റെ വീട്ടില്, ഇവിടെ നടക്കൂല. ആ പൊട്ടനെ കണ്ടുകൊണ്ട് എന്നെ കണ്ടാലേ വെച്ചോണ്ടിരിക്കൂല റഫീഖ്. ഒറ്റയ്ക്ക് റഫീഖ് ഇവിടെ? മതിയായി. അയാളൊപ്പമുള്ള ജീവിതം എനിക്ക് മതിയായി. അന്നെ ഓന്റെ കൂടെ നിക്കായി കഴിക്കാൻ ഞാൻ കേട്ട ചീത്തപ്പേര് എത്രന്നറിയോ? കാലാകാലത്തും അന്യം തലക്കേറ്റ് നടന്നാ പോരെനിക്ക്. അയാളൊരു മനുഷ്യനല്ലുമ്മ. രാത്രി എന്നെ ഒരുപാട് തല്ലി. അപ്പൊ തന്നെ കാറും എടുത്തു പോയി. ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാ ഈ ഇങ്ങോട്ട് ഇറങ്ങി പോന്നല്ലേ? കെട്ടിയോന്റെ കൈ കൊണ്ട് തല്ലുകൊണ്ടെങ്കിലേ അത് പെണ്ണിന്റെ സ്വഭാവ ഗുണം കൊണ്ടാ. ഒരുമ്പെട്ടോള് പറയുമ്പോ ഈ മുറ്റത്ത് കണ്ടുപോരുത്. കയറോ.
എന്തായി കാണിച്ചത്? നാട്ടുകാരുടെ ഇടയില് പാപ്പാക്ക് മാനക്കേട് ഉണ്ടാക്കുകയാണോ? പിച്ചി ഷക്കീലാനെ ഇവിടെ കണ്ട സർവണത്തിനെ കൈ കാലും ഞാൻ വെട്ടും. പണിയോടോ.